മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ അങ്ങനെ ഇന്നലെ കരാട്ടെ കിഡ് ലെജൻഡ്സ് എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടു. ഇത് പറയുന്നതിന് മുന്നേ ഞാൻ വളരെ കൊച്ചിലെ കരാട്ടെ കിഡിൻ്റെ 3 സിനിമകളും കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് ഫസ്റ്റും സെക്കൻഡും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പെൺകുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു കരാട്ടെ കിഡുണ്ട്, നെക്സ്റ്റ് കരാട്ടെ കിഡോ. ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ജെയ്ഡൻ സ്മിത്തിൻ്റെ സാധനം അത്യാവശ്യം രസകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ് മൂവി ബിക്കോസ് ഓഫ് ജാക്കി ചാൻ മേ ബി. ആൻഡ് ജെയ്ഡൻ സ്മിത്തും അത്യാവശ്യം നൈസായിരുന്നു. ഇറ്റ്സ് നോട്ട് വെരി കരാട്ടെ കിഡ് പരിപാടി, ബട്ട് ഇറ്റ് വാസ് ഫൺ. ഇവിടെ വരുമ്പോൾ നമ്മളുടെ പഴയ കരാട്ടെ കിഡ് ആ പയ്യനില്ല, ആ ചെറിയ പയ്യൻ വലുതായി, അവൻ എനിക്കൊണ്ട് കോബ്ര കയ്യിലൊക്കെ ഉണ്ടെന്നാണ്. ദിസ് ഈസ് എ വെരി കിഡ് ഫ്രണ്ട്ലി മൂവി. അതായത് അന്ന് കരാട്ടെ കിഡ് കണ്ട് ഒരു യങ് ആയിട്ടുള്ള ഒരു ഞാൻ അത് കണ്ട് ഇൻസ്പയർ ചെയ്തൊരു ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഐ തിങ്ക് ഐ വെൻറ്റ് ലൈക്ക് ബ്രൗൺ ബെൽറ്റ് വരെ ഞാൻ പോയിട്ടുണ്ട്. ആൻഡ് അന്ന് അത് പഠിക്കാനായിട്ട് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പോൾ അതായത് എനിക്ക് ആ ഇൻട്രസ്റ്റ് കൊണ്ടുവന്നത് ഈ പറഞ്ഞ സിനിമകളാണ്. അതായത് കരാട്ടെ കിഡ്, അന്ന് കുൻഫു ഇല്ല, ഈ കരാട്ട എന്ന് പറഞ്ഞ സാധനം മാത്രം നമ്മുടെ നാട്ടിലുള്ളൂ. ഇപ്പോഴാണ് കുൻഫു, ജുജുത്സു, കാമാഗ അങ്ങനത്തെ പല സാധനങ്ങളും ഉള്ളത്. അപ്പോൾ എനിക്ക് കരാട്ടെ പഠിക്കാനുള്ള ഒരു വളരെ പ്രചോദനം കിട്ടിയത് ഈ പടത്തിൽ നിന്നാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ സിനിമ എടുത്തിരിക്കുന്നതും ഇപ്പോഴത്തേക്കൊരു യങ് ഓഡിയൻസിന് കരാട്ടെ പഠിക്കാനും കുൻഫു പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആഡ് പോലെയാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി ഫീൽ ചെയ്തത്. ബിക്കോസ് അതല്ലാതെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ടുമെടുത്ത, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റിങ്ങും സ്ക്രീൻ പ്ലേയും. അതിൽ ജാക്കി ചാനും മറ്റേ അവർ തമ്മിലുള്ള ഒരു കുറച്ച് പ്ലേഫുൾ ആർഗ്യുമെൻസും, ഞാൻ പറയും ഒരു ഭയങ്കര ഒരു കൊച്ചു ടി വി വൈബാണ് എനിക്ക് സിനിമയിൽ ത്രൂ ഔട്ട് കിട്ടിയത്. ഇതിലൊരു ഈ ചെറിയ പയ്യനൊരു വലിയ ഒരു മുതുക്കായ ഒരു ബോക്സറിന് കുൻഫു കുറച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ആൻ ഇൻട്രസ്റ്റിംഗ് പരിപാടി. പക്ഷേ അത് ഒത്തിരി ഉള്ളൂ, അതങ്ങ് പോയി. അതല്ലാതെ പിന്നെ ഇതിലൊരു വില്ലൻ ചെറുക്കുണ്ട്, ഒരു ചൊറിയൻ ചെറുകൈ. സെയിം കഥ തന്നെയാണ്. ഒരു പെണ്ണ്, ഒരു പയ്യൻ, അവളെ എക്സ്, അങ്ങനെയൊക്കെ തന്നെ. മറ്റേ ജേഡൻ സ്മിത്തിൻ്റെ സ്ഥലത്തും ഇതൊക്കെ തന്നെയായിരുന്നു, ഒരു ടൂർണമെൻറ്റ്. ഇത് തന്നെ ഈ പടവും. ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ കുറുവിയ മോന്തയും കൊണ്ട് ഇങ്ങനെ നടക്കണം ഒരു ചെറുകൻ. അവൻ്റെ ഇതെന്തിനാണെന്നോ ഒന്നുമില്ല, അവനെയൊന്നും പറ്റി യാതൊരു ഡീറ്റെയിലും നമുക്ക് സിനിമയിൽ തരുന്നില്ല. നമുക്ക് അവൻ്റെ ദേഷ്യവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മറ്റേ ചെറുക്കൻ്റെ നിസ്സാരാവസ്ഥ മറ്റതും അറിഞ്ഞുകൂടാ. അവൻ്റെ ഒരു സാധനമുണ്ട്, അവൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു സാധനം. ഓക്കെ, ദാറ്റ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ചൈൽഡിഷ്, ഭയങ്കര ഒരു കിഡിഷ് ആയിട്ടുള്ള സിനിമ. എസ്പെഷ്യലി കുൻഫു പടങ്ങളിലും കരാട്ടെ പടങ്ങളിലും വയർ യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ തന്നെ വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് കുൻഫു പടം എന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ജാക്കി ചാനൊക്കെ പണ്ട് മരിക്കണ ലെവലിലായിരുന്നു സ്റ്റണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഒരു ടൂർണമെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ആയിട്ട് തന്നെ കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഈ വെറുതെ വയറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാതെ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഇത് പ്യുവർലി ഇതൊരു കൊച്ചു പിള്ളേർ, ജെൻ ആൽഫ, ജെൻ സി, ആ ഒരു വൈബിലുള്ളവർക്ക് ഒരു കരാട്ടെ പഠിക്കാനുള്ള ഒരു പ്രചോദനം ചിലപ്പോൾ ഈ സിനിമയെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡ് പോലെയാണ് എനിക്ക് സിനിമ തോന്നിയത്. അതല്ലാതെ ഇറ്റ് വാസ് ഓക്കെ, ചുമ്മാ കണ്ടിരിക്കാം. ജാക്കി ചാനൊക്കെ ഉണ്ട്, ഞാൻ പറയാം, അങ്ങനെയൊക്കെ കുറച്ച് നൊസ്റ്റാൾജിക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്, കോബ്ര കയ്യിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിരിക്കാം. അതാണ് ഞാൻ ഒരുപാട് കുറച്ചൊക്കെ പ്രതീക്ഷിച്ചത്. ഞാൻ എന്തൊക്കെയോ ഇത് ഭയങ്കര ഒരു കുട്ടിത്തം പടമായി പോയി. അപ്പോൾ അതാണ് എനിക്ക് കരാട്ടെ കിഡ് ലെജൻസിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വരാൻ പോകുന്ന പടങ്ങൾ തഗ് ലൈഫ്, യെസ്, ഇത് ബാലറീന, ജോൺ വിക്കിൻ്റെ. ഓ മാൻ, ഐ ആം വെയിറ്റിംഗ് ടു വാച്ച് ദാറ്റ്. കിഡിലും പടമായിരിക്കും കേട്ടോ, വേറെ ലെവൽ. എന്തായാലും ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തുറക്കാൻ വയ്യ. ഇത് നമ്മുടെ ഒരു ടോപ്പിക്കേ അല്ല. വേണമെങ്കിൽ സിനിമയിൽ ഇത് കഴിഞ്ഞു, നിങ്ങൾക്കിത് വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് ഇപ്പം. പക്ഷേ എനിക്കൊരു സാധനം പറയണമെന്നുണ്ട്. ഐ വാസ് ലൈക്ക്, ഏതോ ഒരു ലിസ് വിസാഡായി, ഏതോ ഒരു പെണ്ണും ഒരു ചെറുക്കനും. ആ പെണ്ണ് ലോകത്തിലെ തന്നെ ഭയങ്കര വലിയ സൗന്ദര്യവും സക്സസ്ഫുള്ളും ആയിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ടോ എന്തോ ഉണ്ട്. അവൾ എൻഗേജ് ചെയ്ത്, അവൾ പ്രഗ്നൻ്റ് ആണ്. അവളെ ചതിച്ചു, വേറൊരു പെണ്ണുമായി കിടക്ക പങ്കിട്ട് ചതിച്ചു. ഇതാണ് ഇൻസ്റ്റാഗ്രാം റീലിൽ മൊത്തം. പെൺകുട്ടികൾ വന്നിരുന്ന് പറയാണ്, ആണുങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഡിയർ പെൺകുട്ടികളെ, ഒരു മണ്ടൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് ആണുങ്ങളും ഇങ്ങനെയാണെന്ന് നിങ്ങൾ പറയരുത്. ബിക്കോസ് മനുഷ്യരായി കാണാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഇവിടെ ആണെന്നോ പെണ്ണെന്നോ അല്ല. ചതി എന്ന് പറഞ്ഞ സാധനത്തിന് ആൺ പെണ്ണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള സെപ്പറേഷനൊന്നുമില്ല. ഒരാളെ ചതിക്കണമെന്ന് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അയാൾ ചതിക്കും, ഇറസ്പെക്റ്റീവ് ടു ദെയർ ജെൻഡർ. പെൺകുട്ടികൾ ഇവിടെ ചതിക്കാറില്ലേ ആൺകുട്ടികളെ? അതാണ് എനിക്ക് ആണുങ്ങൾക്കും അതാണ് പറയുള്ളത്. പെൺകുട്ടികളെ തേപ്പുകാരിയായിട്ട് ചിത്രീകരിക്കുന്ന സാധനം നിർത്തടേ. ഏറ്റവും കൂടുതൽ റീൽസ് കയറി പോണത് അവള് തേപ്പുകാരിയാണ് കേട്ടോ, അവള് തേക്കിങ് കേട്ടാ, ഈ സാധനത്തിനാണ്. അതും ഒരു ജനറലൈസേഷനാണ്. ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഒന്ന് നിർത്തിയിട്ട്, രണ്ടും ഇൻഡിവിജ്വൽസാണ്, മനുഷ്യരാണ്. അവർ റിലേഷൻഷിപ്പിൽ അത് വർക്കായില്ല അന്ന് പറഞ്ഞ്
നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് അവർക്ക് ഈ ലോകത്തിലെ എത്രയും ഫേമസ് ആയ സക്സസ്ഫുൾ ആയ റിച്ചായ ആ പെണ്ണും സൗന്ദര്യമുള്ള അവളെ ചതിക്കാമെങ്കിൽ നമ്മളെയൊക്കെ അവസ്ഥ അങ്ങനെ അങ്ങനെ ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ ഒരുത്തനോ ഒരുത്തിയോ നിങ്ങൾ അങ്ങനെ വിട്ടിട്ട് ഒരു മണ്ടൻ്റെ കൂടെ വേറൊരു പെണ്ണിൻ്റെ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ പോയി പണി വെക്കാൻ പറയണം. നീ പോടാ കോപ്പെ, യു ഡോണ്ട് ഡിസേർവ് മീ എന്നങ്ങ് പറഞ്ഞ് ധൈര്യത്തോടെ നടക്കണം. അത്രേ ഉള്ളൂ. ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ട്രയൽ ആൻഡ് എറർ ഐറ്റമാണ്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കൂല. എല്ലാവർക്കും അത് നടന്നുകൊള്ളണമെന്നില്ല. പണ്ട് കാലത്തെ പോലെ മറ്റേ ഈ പേടിച്ചും പറിച്ചും അങ്ങനെ നടക്കുന്നവരൊന്നുമല്ല. കോമ്പാറ്റബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോമ്പാറ്റബിൾ ആയിരിക്കണം ഒരു റിലേഷൻഷിപ്പിൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. ചുമ്മാ പൊഴച്ച് മറ്റേ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതിലൊന്നും നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലൂടെ ജീവിക്കുന്നത്? അതുകൊണ്ട് പ്ലീസ് സ്റ്റോപ്പ് ജനറലൈസിങ് ദീസ് സ്റ്റഫ്. ആണുങ്ങൾ എങ്ങനെ വിശ്വസിക്കും, പെണ്ണുങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും നടക്കൂല, ഒന്നായിരിക്കും. നിങ്ങളൊരു ഇൻഫ്ലുവൻസർമാരുടെ ലൈഫ് നോക്കിയിട്ട് അതാണ് നിങ്ങളുടെ അത് ചെയ്യരുത്. അതാണ് പെർഫെക്റ്റ് എന്ന് പറയല്. ഈ ലോകത്തൊന്നും പെർഫെക്റ്റ് അല്ല. ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല, ഒരു റിലേഷൻഷിപ്പും പെർഫെക്റ്റ് അല്ല, ഒന്നും പെർഫെക്റ്റ് അല്ല. നത്തിങ് ഇസ് പെർഫെക്റ്റ്, നത്തിങ്. ഫുഡ്, എനിത്തിങ്. ഈ ലോകത്ത് നിങ്ങൾ എന്തെടുത്തോ, ഒരു പടം, ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 പേർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവും. ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ബിരിയാണി ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഇഷ്ടപ്പെടാത്ത മനുഷ്യരോ ഉണ്ടടേ. അങ്ങനെ പല ടൈപ്പ്. ഞാൻ പറയാം, ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു വൃത്തികെട്ടവനും ഒരു വൃത്തികെട്ടവളും ഇരിപ്പുണ്ട്. നമ്മൾ മനസ്സിലിപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ പലതും ചിന്തിക്കാറില്ലേ? ഒരാൾ കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു അനിമേ ക്യാരക്ടറാണെങ്കിലും എന്തോ ആയിക്കോട്ടെ എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല വൃത്തിയുടെ ചിന്തകളും വരും. അത് ചിലവന്മാരും തുറന്ന് അത് ചെയ്യും. അപ്പോഴാണ് അവൻ വൃത്തികെട്ടവനും മറ്റുള്ള വൃത്തികെട്ടവളും ആകുന്നത്. ചിലവരത് ചെയ്യില്ല, അവർ മനസ്സിൽ തന്നെ അത് വെച്ചേക്കും. എല്ലാവരുടെ മനസ്സിൽ ഞാൻ പറയുന്നത് വി ആർ നോട്ട് പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ്. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ്. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരിക്കണം. എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്പ്. നമ്മളിങ്ങനെ ഡോണ്ട് ഡു ദാറ്റ്. പോകുന്നത് പോട്ടെ, ഗോ വിത്ത് ദ ഫ്ലോ. നല്ലതാണ്. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 രീതിയിലും നിങ്ങൾക്ക് ആ വ്യക്തിത്വം 2 പേർക്ക് അവർക്ക് ഒത്തൊരുമയോടെ ഒരു സാധനത്തിൽ പോകാൻ പറ്റും. ഇറ്റ്സ് എ വെൽ ഗുഡ് ആൻഡ് വെൽ ഹെൽത്തി റിലേഷൻഷിപ്പ്. ചിലപ്പോൾ കോമ്പാറ്റബിൾ അല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് സെപ്പറേറ്റഡ് റാദർ ദാൻ ബീയിങ് ഇൻ എ പ്രഷർ കുക്കർ. അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഗതികേട് കാരണമൊക്കെയാണ് ഞാൻ ഇതൊക്കെ വന്നിരുന്ന് പറയണത്. സത്യം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പറയണതേ ഇഷ്ടമല്ല. ബിക്കോസ് ഓരോ ആൾക്കാർ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഐ എം വെരി സോറി. വളരെ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ. ഇൻസ്റ്റാഗ്രാം നോട്ട് ഇൻട്രസ്റ്റഡ് വെറുത്തിട്ടാണ്. ബിക്കോസ് അത്രയ്ക്കും കോണ്ടന്റ് വന്നുകൊണ്ടിരിക്കണം. അത് ഹിന്ദിയിലുള്ളവർ ചെയ്യുന്നുണ്ട്, മലയാളത്തിലുള്ളവർ ചെയ്യുന്നുണ്ട്, എല്ലാ ഇതിലും ചെയ്യുന്നുണ്ട് അവർ. അതുകൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഫീഡിൽ. അപ്പോൾ തന്നെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഏതോ ഒരു ഇൻഫ്ലുവൻസർ ഏതോ ഒരുത്തൻ അവൻ തേച്ച് എന്തിനൊക്കെയോ വന്ന് പറയണം, അവൾ എന്തിനൊക്കെയോ പറയണം. ഡോണ്ട് ലുക്ക് അറ്റ് അതർ ഇൻഫ്ലുവൻസേഴ്സ് ലൈഫ് ആൻഡ് ജീവിക്കൽ യുവർ ലൈഫ്. കോഞ്ഞാട്ടയായി പോകും. നമുക്ക് നമ്മുടേതായ ഒരു ലൈഫുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുക. അത് കണ്ടിട്ട് വേറെ എന്തും ആകട്ടെ, സിനിമ ആയിക്കോട്ടെ, എന്ത് കുന്തം ആയിക്കോട്ടെ, അതിലൊന്നും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് ദൈവത്തിനോർത്ത് ജീവിക്കരുത്. ബൈ.